ഹായ്. ഞങ്ങൾ കൂർഗിൽ 2 രാത്രിയാണ് താമസിച്ചത്. ആ 2 രാത്രിയും നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റ് വീശുമെങ്കിലും ഞങ്ങൾ ക്യാമ്പ് ഫയറും പാട്ടും ഡാൻസും ഞങ്ങളുടെ കൊച്ചു വർത്താനങ്ങളുമായി വളരെയേറെ നേരം പുറത്ത് ചെലവഴിച്ച ശേഷം മാത്രമാണ് കിടന്നുറങ്ങാൻ പോയിരുന്നത്. കൂടാതെ ഞങ്ങൾ റിസോർട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. എല്ലാവരും അതിൽ കയറി കൊച്ചു കുട്ടികളെ പോലെ കളിച്ചു മറിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് അതിരാവിലെ തന്നെ കാഴ്ചകൾ കാണാൻ പുറപ്പെടാമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഞങ്ങൾ 9 മണിയൊക്കെയായി ഞങ്ങൾ റെഡിയായി വണ്ടിയിൽ കയറിയപ്പോൾ. അന്ന് ഞങ്ങൾ കാണാൻ വിചാരിച്ച സ്ഥലങ്ങൾ രാജാ സീറ്റ് ഗാർഡനും അബേ വാട്ടർഫോൾസും തലക്കാവേരിയുമായിരുന്നു. തലക്കാവേരിയിൽ നിന്നും തിരിച്ചു വരുന്ന വഴി ബാക്കി സ്ഥലങ്ങൾ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം തന്നെ തലക്കാവേരിയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ താമസ സ്ഥലത്തു നിന്നും 2 മണിക്കൂർ ദൂരം ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ തലക്കാവേരിയിലേക്ക്. തലക്കാവേരിയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നയനമനോഹരങ്ങളായിരുന്നു. നല്ല പച്ചപ്പായിരുന്നു 2 വശവും. കാപ്പിത്തോട്ടങ്ങളും ധാരാളം കണ്ടു. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രദർശനം ഈ യാത്രയിൽ വേണ്ട എന്ന് വച്ചിരുന്നെങ്കിലും ഞങ്ങൾ എത്തിപ്പെട്ടത് തലക്കാവേരി ശിവപാർവതി ക്ഷേത്രമാണ്. അവിടെ ഒരു ഗോമുഖിൽ നിന്നും കാവേരി നദി തുള്ളി തുള്ളിയായി ഉത്ഭവിക്കുന്നു. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് തലക്കാവേരി. ഒരു നടന്ന് ഒരു മുകളിലാണ്, കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ജലാശയം കാണാം. ജലാശയത്തിൽ പാർവതീദേവി തീർത്ഥമായി ഒഴുകി ഭഗവാന്റെ പാദത്തിങ്കൽ ലയിക്കുന്നു എന്നാണ് അവിടെ വിശ്വാസം. അതിനെ അനുസ്മരിപ്പിക്കുന്ന വണ്ണം ദമ്പതികൾ കൈകോർത്ത് പിടിച്ച് ആ ജലാശയത്തിൻ്റെ ഇങ്ങേയറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ നീന്തി ഭഗവാനെ തൊഴുന്ന കാഴ്ചയും അവിടെ ഞങ്ങൾ കാണുകയുണ്ടായി. കൂടാതെ അവിടുത്തെ പ്രകൃതി ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. എന്ത് രസമാണെന്നറിയോ 4 വശവും കാണാൻ. പിന്നെ അതിൻ്റെ മുകളിലേക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷേ അവിടെ എന്തോ അറ്റകുറ്റപ്പണി നടക്കുന്ന കാരണം ഞങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ പാർവതീദേവിയും ശിവനെയും മനസ്സ് തുറന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് വണ്ടിയിൽ കയറി. അവിടെ നല്ല വെയിലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ മൊട്ടത്തല പൊട്ടിപ്പോകുമോ അതേ വെയിലത്ത് നടന്നിട്ട്. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ആ വെയിലിന് നല്ല നിലാവത്ത് നടക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയത്, ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട്. പിന്നീട് ഭഗവാനെ തൊഴുത് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു VIP ദർശനം കാരണം ഞങ്ങൾക്ക് രാജാ സീറ്റിലും ആബേ വാട്ടർഫോൾസിലും പോകാൻ സാധിച്ചില്ല. അവിടെയെല്ലാം നല്ല ബ്ലോക്കായിരുന്നു. പിന്നീട് ആ വിഷമം തീർക്കാൻ വേണ്ടി തലേ ദിവസം ഞങ്ങൾ നിസർഗധാമിലെ ഷോപ്പിംഗ് നടന്നിരുന്നില്ല. ഞങ്ങൾക്ക് നിസർഗധാമിലെ ഷോപ്പിംഗ് സ്ഥലത്തേക്ക് വണ്ടി വിട്ടു. അവിടെ നടന്ന് എല്ലാവരും ചറപറ ഷോപ്പ് ചെയ്തു. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു കൂർഗിലെ സ്പെഷ്യൽ ചോക്ലേറ്റ് കൊണ്ടുവരണമെന്ന്. അതെന്താണെന്ന് വെച്ചാൽ കൂർഗിലെ കാപ്പിക്കുരു റോസ്റ്റ് ചെയ്ത് ചോക്ലേറ്റ് കവർ ചെയ്ത കുഞ്ഞു ബോൾ ചോക്ലേറ്റാണ് അവിടുത്തെ സ്പെഷ്യൽ. ഡോക്ടർ പറഞ്ഞ കാരണമാണ് കേട്ടോ ഞാനത് അറിഞ്ഞത്. ഞാനും വാങ്ങി 2 ബോക്സ് ചോക്ലേറ്റും പിന്നെ ഒരു ബോക്സ് ബദാം ചോക്ലേറ്റും. നല്ല രസമുണ്ട് കേട്ടോ ആ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ. ഒരു കാപ്പി കുടിച്ച ഫീൽ തോന്നും നമുക്ക്. കാപ്പിപ്രിയർക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണത്. പിന്നീട് ഞങ്ങൾ റൂമിലെത്തി. പതിവ് പോലെ ക്യാമ്പ് ഫയറും എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അതിരാവിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ 11 മണിയായി ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ബന്ദിപ്പൂർ വനത്തിലൂടെയും രാജഗോപാലസ്വാമി ക്ഷേത്രവും തൊഴുത് ബന്ദിപ്പൂർ വനത്തിലൂടെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പതിവ് തിരക്കിലേക്ക്. ഞാൻ നേരം വെളുത്ത് 6 മണിയായി വീട്ടിലെത്തി ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങി. എനിക്ക് 8:30 കേട്ടോ ഡ്യൂട്ടി. രാവിലെ 8:30 ഞാൻ എൻ്റെ ഓഫീസിലും എത്തി. അങ്ങനെ ഞങ്ങളുടെ കൂർഗ് യാത്രയുടെ വിവരണം ഇവിടെ കഴിയുകയാണ് കേട്ടോ. വീണ്ടും അടുത്ത യാത്രയുടെ വിവരണങ്ങളുമായി വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. പിന്നെ എല്ലാവരും ഒന്ന് ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ, ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. ഓക്കെ.